മായം മായം സർവത്ര മായം. എല്ലായിടത്തും ഇത് മാത്രമേ ഉള്ളൂ. നീ ദാണ്ടിപ്പോ പുതിയൊരു മായം, സ്റ്റാർച്ച്. സ്റ്റാർച്ചോ? അത് മായാണോ ഏട്ടാ? കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമല്ലേ ഈ തുണിയൊക്കെ മുക്കി വെക്കണേ? കഷ്ടം. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ മായോ മന്ത്രമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യാൻ മടിയാ. അതുകൊണ്ടാ. ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി, നിന്റെ ഭാര്യ, ഒരു സർവാംഗ സുന്ദരി. അമ്മ വേണ്ടാത്ത കാര്യത്തിന് വെറുതെ മെക്കിട്ട് കയറാൻ വരരുതേ. ഞാൻ എന്താ പറഞ്ഞു? ഒന്ന് നിർത്തുവോ അമ്മ അച്ഛമ്മയും കൂടെ? എന്നോട് വഴക്ക് പിടിക്കാൻ നിന്റെ അമ്മയ്ക്ക് കാരണം വല്ലതും വേണോ? ഇന്നിപ്പോ സ്റ്റാർച്ചിന്റെ പേരിൽ അടി തുടങ്ങിയിരിക്കുന്നത്. മായവാ, വലിയ മായം. മായോ കൂറ്റുണ്ട്. അയ്യോ എന്റെ അച്ഛ, ഈ സ്റ്റാർച്ച് മായോ മന്ത്രമൊന്നും അല്ലെന്നേ. നമ്മൾ ഈ കഴിക്കുന്ന അരിയിലും സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ശരിയാ. ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നതേ അന്നജെന്ന. എല്ലാ കാർഷികോൽപ്പന്നങ്ങളിലും അതുണ്ട്. അരിയിൽ മാത്രമല്ല, മല്ലി, മുളക്, മഞ്ഞള്, പയറുവർഗ്ഗങ്ങള് എല്ലാത്തിലും സ്റ്റാർച്ച് ഉണ്ട്. പിന്നെ മണ്ണിന്റെ വ്യത്യാസം അനുസരിച്ച് അതിന്റെ അളവിലും ഗുണത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർച്ച് മായോ വിഷമൊന്നും അല്ലെന്ന്. അല്ലേലും നിനക്ക് ഇത്തിരി എടുത്തിയാട്ടം കൂടുതല. സത്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ, നമ്മളെ തമ്മിൽ വെറുതെ അടുപ്പിക്കാനായിട്ട്. സ്റ്റാർച്ച് മായാണ് പോലും. അല്ല പിന്നെ അവന്റെ ഒരു ഫേസ്ബുക്ക് നോട്ടം. പ്രകൃതിദത്തമായ സ്റ്റാർച്ച് അഥവാ അന്നജം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പൊതുജന താല്പര്യപ്രകാരം നിറപറ. മലയാളത്തിന്റെ മഹാരുചി.